കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് താമരയോട് ഇനി അയിത്തമില്ല. ഞാൻ ഒന്നാന്തര ക്രൈസ്തവനാണ്. ഞാൻ പറയുന്നു, കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് താമരയോട് ഇനി അയിത്തമില്ല. മാന്യമായി കരോള് നടത്തിയില്ലെങ്കിൽ അടി കിട്ടും. ഷോൺ ജോർജ് ഇത്ര മോശമാണ്. അതാരാ പ്രചരിപ്പിച്ചത്? മീഡിയ വൺ. KB കോശി കമ്മീഷൻ പറയുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ UDF-ന്? ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലോ VD സതീശൻ? ഇപ്പോൾ കേരളത്തിലെ യഥാർത്ഥ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹമാണ്. ഏതെങ്കിലും ഒരിടത്ത്, ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരിടത്ത് സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു പ്രവർത്തകൻ അതിൽ പ്രതിയാണെന്ന് തെളിയിച്ചാൽ ഈ പണി ഞാൻ നിർത്തിയേക്കാം. നമസ്കാരം. രാഷ്ട്രീയ കേരളത്തിൽ എന്നും ചർച്ചാ വിഷയമാണ് ന്യൂനപക്ഷവും ന്യൂനപക്ഷ നിലപാടുകളും. ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ആർക്ക് കൈകൊടുക്കും എന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ എക്കാലത്തെയും വിഷയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് അത്. പടിവാതിക്കൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷത്തിൻ്റെ മനസ്സ് ഒരു ഘടകമാണ്. സംസ്ഥാനത്ത് ഒരു ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചിട്ടുണ്ടോ? പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഷോൺ ജോർജ് ചേരുകയാണ്. ഷോൺ, സ്വാഗതം. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങ് പടിവാതിൽക്കലാണ്. ഇനിയിപ്പോൾ ദിവസങ്ങളേ ഉള്ളൂ, അങ്ങനെ തന്നെ വേണം പറയാൻ. BJPയുടെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. കേരളത്തിലെ ഇന്ന് BJP അതിൻ്റെ ഒരു കിക്ക് ഓഫ് നമ്മൾ ആരംഭിച്ചു. ഇന്ന് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. 11-ാം തീയതി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി വരുന്നതോടുകൂടി അതിൻ്റെ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കും. അതിൻ്റെ ഒരു ഫുൾ സിംഗിലേക്ക് നമ്മൾ 11-ാം തീയതി മുതൽ എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഈ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ ഇടതു വലതു മുന്നണികൾ വലിയ തന്ത്രങ്ങൾ എന്നും പറ്റാറുണ്ട് സംസ്ഥാനത്ത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ വേളയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ആർക്കൊപ്പമാണ്? ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, അത് സാമൂഹ്യപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് UDF-നോടും ചോദിക്കാനുണ്ട്, LDF-നോടും ചോദിക്കാനുണ്ട്. BJPക്ക് മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവർക്ക്, കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ആർക്ക് പറയാൻ കഴിയും? ഞങ്ങൾക്ക് പറയാൻ കഴിയും. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം UDF-നോ LDF-നോ പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിത് ചോദിക്കാൻ കാരണം, സുപ്രധാനമായ സിനഡ് നടക്കുകയായിരുന്നു ഇന്നലെ സീറോ മലബാർ സഭ ആസ്ഥാനത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭാ നേതാക്കളുമായി അവിടെ പോയി ഒരു നിർണായക കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ഉണ്ടായി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച 1 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. സഭാ ആസ്ഥാനത്തെ അത്താഴ വിരുന്നിലും സതീശൻ പങ്കെടുത്തു എന്നാണ് അറിയാനാവുന്നത്. ഈ സഭാ വിഷയങ്ങളിലൊക്കെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സിനഡാണല്ലോ അവിടെ നടക്കുന്നത്. ആ സമയത്ത് ഈ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ സഭാ നേതൃത്വം കാണുന്നത് അപൂർവമാണ്. അപ്പോഴാണ് VD സതീശൻ അവിടെ എത്തുന്നതും ബിഷപ്പുമാരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയത്. അല്ല, എല്ലാ കാലത്തും സഭയും പ്രതിപക്ഷ നേതാക്കളുമായിട്ടും അതുപോലെ മുഖ്യമന്ത്രി ഭരണത്തിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമായിട്ടും സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്താറുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏത് സാഹചര്യമാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും സഭയുടെ രാഷ്ട്രീയം എപ്പോഴും പങ്കുവെക്കാറുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2-3 പ്രാവശ്യം മേജർ ആർച്ച് ബിഷപ്പുമായി ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നിരവധി ആകുലതകൾ, ഉത്കണ്ഠകൾ, മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ വിളിച്ച് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ BJPയുടെ ഭാഗമായി നിൽക്കുന്ന ഷോൺ ജോർജിനോട് സഭയ്ക്ക് പറയാൻ കാര്യങ്ങളുണ്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള എൻ്റെ കടമയാണ്, ഞാനത് ചെയ്യാറുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും എല്ലാ വിഭാഗങ്ങളുമായിട്ട് സഭ ചർച്ച നടത്താറുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും ആ കൂടിക്കാഴ്ച, കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്ക് UDF-ന് ഉത്തരം പറയാൻ കഴിയും എന്ന് എനിക്ക് വിശ്വാസമില്ല. വളരെ നിസ്സാരമായ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് JB കോശി കമ്മീഷൻ. JB കോശി കമ്മീഷനെ നിയമിച്ചതിന് ശേഷം അത് ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 4 വർഷം തികയുന്നു. ഇന്നലെ പിണറായി വിജയൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, JB കോശി കമ്മീഷനിലെ നിർദ്ദേശങ്ങൾ ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി. എത്ര കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി? ആ നിർദ്ദേശം എന്തുകൊണ്ട് സർക്കാർ രഹസ്യമായി വെക്കുന്നു? രഹസ്യമായി നടത്തി വെക്കാൻ ഇരുന്ന പീഡന കേസിൻ്റെ FIR ഒന്നും അല്ലല്ലോ. അപ്പോൾ നിർദ്ദേശങ്ങൾ എന്താണ്, ആ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് പുറത്തു പറയാൻ
LDF തയ്യാറല്ല. എന്നാൽ ഇവിടെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിരിക്കുന്ന ഇവിടെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് കേരള നിയമസഭയിലെ പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഇന്ന് വരെയും ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരമാണ്. പലരും ആവശ്യപ്പെടുന്നൊരു പേരിന് സഭയെ ആവശ്യപ്പെടുമ്പോൾ അതോടൊപ്പം ആവശ്യപ്പെടുന്നതല്ലാതെ അത് ഇന്ന് വരെ പ്രസിദ്ധീകരിക്കണമെന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ JB കൗശിക് കമ്മീഷൻ പറയുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ UDF-ന്? സഭാപിതാക്കന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നതാണ്, എനിക്കറിയാം. അപ്പോൾ അത് ചർച്ച ചെയ്യാം. ഒരുപക്ഷെ ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലോ VD സതീശൻ? ആ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സഭ തീർച്ചയായും അങ്ങനെ ഒരു ഉറപ്പ് എന്താണ് ആ ഉറപ്പ് ഈ JB കൗശിക് കമ്മീഷൻ പുറത്തുവിടുകയോ അല്ലെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനോ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുമെന്ന് ഒരു കാരണവശാലും VD സതീശൻ വാക്ക് കൊടുക്കില്ല എന്ന് എനിക്കറിയാം. കാരണം അത് വാക്ക് കൊടുത്താൽ അത് ബാധിക്കുന്ന ആരെയാണ്? ഇപ്പോൾ കോൺഗ്രസിനെ ആരാണ് കൊണ്ടു നടക്കുന്നത്? കോൺഗ്രസിനെ നയിക്കുന്നത് ആരാണ്? ആ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല JB കൗശിക് കമ്മീഷൻ റിപ്പോർട്ട്. അത് അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും സഭയോട് അത് അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. പരസ്യമായിട്ട് പറയാൻ VD സതീശൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. JB കൗശിക് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനും ആ JB കൗശിക് കമ്മീഷൻ പറയുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അംഗീകരിക്കാം. നിങ്ങൾക്ക് കഴിയില്ല, കാരണം നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങളെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഈ ശക്തികളെ ഭയക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളത്തെ തൊടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കേരളത്തിലെ ന്യൂനപക്ഷം ആരാണ്? യഥാർത്ഥ ന്യൂനപക്ഷം ഇപ്പോൾ ആരാണ്? കാരണം ഇപ്പോൾ കേരളത്തിലെ യഥാർത്ഥ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹമാണ്. കാരണം മുസ്ലിം സമൂഹവും ന്യൂനപക്ഷമായിരുന്നു. ഇപ്പോൾ ന്യൂനപക്ഷം എന്നുള്ളത് കേരളത്തിൻ്റെ ആസ്പെക്റ്റ് നോക്കിയാൽ കേരളത്തിൽ മുസ്ലിം സമൂഹം ഭൂരിപക്ഷമാണ്. അപ്പോൾ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തിന് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിസ്ഥാനം കൊടുക്കുമോ? ഒറ്റ ചോദ്യം. മാന്യമാണല്ലോ. ന്യൂനപക്ഷത്തിനല്ലേ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റുമോ? ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ക്രൈസ്തവ മിഷണറി സ്ഥാപനങ്ങളാണ്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്. ആ വിദ്യാഭ്യാസ വകുപ്പ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് ക്രിസ്ത്യാനികളുണ്ടല്ലോ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഉണ്ടല്ലോ, അവർക്ക് ആർക്കെങ്കിലും ആ വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? സാമൂഹ്യക്ഷേമ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? ഇനി ഒന്നും വേണ്ട, കോൺഗ്രസിനോട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ വരാൻ പോകുന്ന 5 വർഷക്കാലം കോൺഗ്രസ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? ഒരിക്കലും കഴിയില്ല. കോൺഗ്രസിനത് പറയാനിപ്പോൾ കഴിയില്ല. ആ അവസ്ഥ എന്താണ് എന്നൊക്കെ ഉള്ളത് കേരളം ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാനിരിക്കുന്നു. നിങ്ങൾ വലിയ അപകടത്തിലേക്കാണ്, രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താൻ വേണ്ടി നിങ്ങൾ പടുകുഴിയിലേക്കാണ് കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഷോൺ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് എന്നാണോ? ആ സമുദായ ഏകീകരണം പറഞ്ഞു ഭയപ്പെടുത്തി രാജ്യവിരുദ്ധ ശക്തികളും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ശക്തികളെയും കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നു. രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന വഴി ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മുസ്ലിം ലീഗിന് എന്നാ തീവ്രത കുറവായതുകൊണ്ടാണോ ജമാഅത്തെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ എന്ത് പ്രത്യേകതയാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു കക്ഷിയെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കുന്നതും വഴി അവർക്ക് നിയമപരമായ പരിരക്ഷയും അതോടൊപ്പം സമൂഹത്തിൽ അവർക്ക് മറ്റൊരു തലത്തിൽ ഒരു ഫേസ് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഗുരുതരമായ തെറ്റാണ് കോൺഗ്രസ് ചെയ്യുന്നത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക എന്നാണ് AK ബാലൻ പറഞ്ഞു കേട്ടത്. പല ഇടപാടുകൾ ഉണ്ടാവുമെന്നും ബാലന്റെ പരാമർശത്തെ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ 100% യോജിക്കുന്നു. ഒരു BJP-കാരനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നു. പക്ഷെ അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടോയെന്നാണ്. കാരണം മാറാട് കലാപകാലത്ത് CPM-ന് ഒപ്പം നിന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്. എന്താ, അദ്ദേഹത്തിന് അറിയാം എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന്. ഇവർ ഒരുമിച്ചാണല്ലോ മാറാട് കലാപകാലത്ത് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ മാറാട് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ കിടന്നുറങ്ങിയ രാപ്പനി അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി ഒരു മുന്നണിയുടെ ഭാഗമായാൽ ആ മുന്നണി എങ്ങനെ
ഭരണത്തെ നിയന്ത്രിക്കുമെന്ന് ആരേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ് AK ബാലൻ. അദ്ദേഹം പറഞ്ഞത് 100% നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ ഏകീകരണം, മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം അത് സംഭവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത്. UDF-നൊപ്പം തന്നെയാണ്. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ തദ്ദേശത്തിൽ കണ്ടത്. ഇനിയിപ്പോൾ നിയമസഭയ്ക്ക് അധികം ദിവസങ്ങളില്ല. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും. ഇനി അറിയേണ്ടത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ കാര്യമാണ്. ഇവിടെ ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടാൽ അതിനെ കൃത്യമായി വർഗീയതയായിട്ട് ചിത്രീകരിക്കാൻ മെനക്കെടുന്ന ആളുകളാണ് ഇവിടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കേരളത്തെ ഏറ്റവും വലിയ വർഗീയവാദിയായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെല്ലാം ഒരു വീഡിയോ കണ്ടു കാണും. മതമാണ് പ്രശ്നം എന്ന് ഒരു രാഷ്ട്രീയ നേതാവ്, സമുദായ നേതാവല്ല, രാഷ്ട്രീയ നേതാവ്, മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള KM ഷാജി പറഞ്ഞപ്പോൾ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മൾ ഇത് ചിന്തിക്കണ്ടേ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇത് ചിന്തിക്കേണ്ട നമ്മൾ. അപ്പോൾ എന്നിട്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞ എന്താണ്? അധികാരത്തിലേറാൻ വേണ്ടിയല്ല, കഴിഞ്ഞ 9.5 വർഷക്കാലം സമുദായത്തിന് അർഹമായ അവകാശങ്ങൾ പിടിച്ചു വാങ്ങി സമുദായത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അധികാരത്തിലെത്തുന്നത്. പിന്നെ എന്ത് മതേതരത്വമാണ് ഇവർ ഈ പറയുന്നത്? അങ്ങനെ പറയുന്ന ഒരു സംഘടന അതിനേക്കാൾ തീവ്രവാദ സംഘടനയായ മറ്റൊരു സംഘടനകളെ കൂടെ കൂട്ടി കേരളത്തിൽ മത്സരിച്ചിട്ട് കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ മതേതര പാർട്ടിയാണ്. എന്നിട്ട് എല്ലാവരെയും ഒപ്പം നിർത്താൻ ശ്രമിക്കുന്ന BJP-യെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നു. ഇതല്ലേ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം? ശരി, BJP-യുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് പിടിക്കും BJP? വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് BJP മുമ്പോട്ട്. വലിയൊരു യുവനിര അണിനിരക്കും. ഇപ്പം സ്ഥാനാർത്ഥിയുടെ സീറ്റ് നിർണ്ണയത്തിലേക്കൊന്നും പോയിട്ടില്ല. എങ്കിൽ പോലും പാർട്ടിയുടെ ഒരു മനസ്സ് എനിക്ക് മനസ്സിലായത്, പാർട്ടിയുടെ നേതാക്കളിൽ നിന്നുമൊക്കെ എല്ലാവരുമായിട്ടുള്ള ഡിസ്കഷനിൽ എനിക്ക് മനസ്സിലായത് ഒരു യുവനിരയെ പാർട്ടി അവതരിപ്പിക്കുമെന്ന് തന്നെയാണ്. കാരണം കേരളം പിടിക്കാൻ പോകുന്ന ഒരു യുവനിരയെ BJP ഈ തെരഞ്ഞെടുപ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കും. അതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ പൊതുസ്വീകാര്യരായ വ്യക്തിത്വങ്ങൾ ഒക്കെ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകണമെന്നൊക്കെ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. അതീവ ഗൗരവമായി ഈ തെരഞ്ഞെടുപ്പിലെ പാർട്ടി കാണുന്നു. BJP ഈ വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരുമ്പോൾ BJP കേരളത്തിലെ നിർണായക ശക്തിയായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഷോൺ മത്സരരംഗത്തുണ്ടാവുമല്ലോ അല്ലേ? അതൊന്നും എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പാർട്ടി തീരുമാനിച്ചാൽ നോക്കിയപ്പോൾ ഞാനിപ്പോൾ മിഷൻ 2026-ൻ്റെ ഭാഗമായി സംഘടനാ കാര്യങ്ങൾക്കാണ് എനിക്കിപ്പോൾ ചുമതലയുള്ളത്. ഞാൻ അതിലാണ് ഇപ്പം നിൽക്കുന്നത്. അതല്ല അത് തുടരാൻ പറഞ്ഞാൽ അത് തുടരുക, മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുക. അതിപ്പോൾ ഞങ്ങളിപ്പോൾ ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത്? ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിക്കുമോ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ മത്സരിക്കുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ ആളുകൾ സംഘടനാ കാര്യങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറയാം. അത് പാർട്ടിയുടെ തീരുമാനങ്ങളാണല്ലോ. അതെന്താണെങ്കിലും അങ്ങനെ എന്ത് തീരുമാനം എടുത്താലും അതനുസരിക്കാൻ ഞങ്ങൾക്കെല്ലാം ബാധ്യസ്ഥരാണ്. BJP-യുടെ മുതിർന്ന 2 നേതാക്കൾ തങ്ങൾ ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കുക എന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു നേമത്താണെന്ന് പറഞ്ഞു. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞു. അങ്ങനെ ഒരിക്കലും പറയാൻ ഞങ്ങൾ ആരും തരില്ല. ഏതാണ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മണ്ഡലം, അദ്ദേഹം ഇവിടെ ലോക്സഭയിൽ അദ്ദേഹം മത്സരിച്ചാണ്, അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലമാണ് നിയമം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ മുരളിയേട്ടൻ്റെ കാര്യമായിരിക്കും രണ്ടാമത് പറഞ്ഞത്, കഴക്കൂട്ടം. അദ്ദേഹം ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനും വലിയ മുന്നേറ്റം, അല്ലെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കൊടുത്ത അദ്ദേഹം താമസിക്കുന്ന നിയോജകമണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രിഫറൻസ് കൊടുത്തുന്നല്ല. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ആർക്കും തീരുമാനമെടുക്കാൻ അവകാശം ഇല്ല. പക്ഷേ അത് നേതാക്കളെ എല്ലാവരും ചോദിക്കില്ല. മുതിർന്ന നേതാക്കളാകുമ്പോൾ അവരോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാതെ ഒരിക്കലും പാർട്ടി തീരുമാനമെടുക്കില്ല. അപ്പോൾ അങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ അമിത്ഷാ വരികയാണ് 11-ാം തീയതി. വലിയ തന്ത്രങ്ങളൊക്കെ പ്രതീക്ഷിക്കാമോ അമിത്ഷാ വരുന്ന ആ ഒരു ചർച്ചയിൽ? രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ മോശക്കാരനല്ലല്ലോ വരുന്നത്. അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനോട് എന്നും കരുതൽ. നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ, ഇതിപ്പോൾ എനിക്കൊന്ന് 4ാമത്തെ പ്രാവശ്യമാണ് അമിത്ഷാജി ഈ 6 മാസത്തിനിടെ കേരളത്തിലെത്തുന്നത്. അപ്പം തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ വലിയൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്സിൽ പോകുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെയാണ്. പക്ഷേ
അതിനെ വികസനത്തിൻ്റെ അജണ്ടയിൽ നിന്നുകൊണ്ട് തന്നെ കേരളം പിടിച്ചെടുക്കണമെന്നുള്ളൊരു വാശി ആരെക്കാൾ കൂടുതലുള്ള ഒരാളാണ് അമിത്ഷാ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഓരോ പടിയും മുമ്പോട്ട് വെക്കുന്നത്. ശരി, എന്നും തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പും ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ എല്ലാ മുന്നണികളും നടത്താറുണ്ട്. BJPയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അത് മുസ്ലിം ന്യൂനപക്ഷത്തെ മാറ്റി നിർത്താം, നമുക്ക് അതിന് പല കാരണങ്ങളുമുണ്ട്. പറ്റില്ല, ഞങ്ങൾക്ക് എല്ലാവരും വേണം. പക്ഷേ വേണമെന്ന് പറഞ്ഞാൽ മാത്രം കാര്യമില്ലല്ലോ, വരിക കൂടി വേണം. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിലേക്ക് പോകണ്ട, നമുക്ക് അത് ചർച്ച വേറെ തലത്തിലേക്ക് പോകും. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം എടുക്കാം. ഇപ്പോൾ ഷോണൊക്കെ ആണല്ലോ അതിൽ കൂടുതൽ ഉത്തരം പറയേണ്ട ആളുകൾ ഷോണൊക്കെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിത്ഷാ വരുമ്പോൾ ആ തന്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് പോളിസികൾ അതൊക്കെ പ്രകാരം എങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തെ BJPക്കൊപ്പം നിർത്താനാവും ഈ തെരഞ്ഞെടുപ്പിൽ? വളരെ സിമ്പിളായിട്ട് പറയാം. മികച്ച സ്ഥാനാർത്ഥിമാരെ പാർട്ടി അവതരിപ്പിക്കുന്നിടത്ത് ക്രൈസ്തവ വോട്ടുകൾ കിട്ടുന്നതിന് ഇപ്പോൾ ഒരു തടസ്സവുമില്ല. അങ്ങനെ തടസ്സമുണ്ടായിരുന്ന അയിത്തമുണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇന്ന് ഇതൊന്നും ഒരു തടസ്സമല്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു 2-3 മാസം കൂടും കുറേ നോർത്ത് ഇന്ത്യ ഇഷ്യൂസ് വന്ന് കുറേ വീഡിയോസ് ഇതിൽ കിടന്ന് കറങ്ങും. അത് 1980 മുതലുള്ള വീഡിയോസ് ഉണ്ട്, പുതിയതായിട്ടുണ്ടായിരുന്ന വീഡിയോ ഉണ്ട്. ഇതിനെല്ലാം സംഘപരിവാറിൻ്റെ തലയിൽ കൊണ്ട് ചാരി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതിനകത്ത് ഈ 150 കോടി ജനതയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് മുഴുവൻ സംഘപരിവാറാണെന്ന് സ്ഥാപിക്കുക, അത് മുഴുവൻ BJP ആണെന്ന് സ്ഥാപിക്കുക. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ നിമിഷം വരെയും അത്തരത്തിലുള്ള സംഭവങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അവിടെയൊക്കെ പരാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അവിടെയെല്ലാം കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് തന്നെ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം വളരെ തീർത്ത് പറയാം. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നു, ഇതൊക്കെയാണ് ചർച്ച, വലിയ വൈഡ് ക്യാൻവാസ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എങ്കിലും 2 വാക്കിൽ പറയാം, വളരെ ഓപ്പണായിട്ട് പറയട്ടെ. കത്തോലിക്ക സഭ പ്രത്യേകിച്ച് 1964 2-ാം വത്തിക്കാൻ സിനഡിൽ വെച്ച് നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇല്ല. ഞാനൊരു തികഞ്ഞ ക്രൈസ്തവ വിശ്വാസിയാണ്. നിർബന്ധിത മതപരിവർത്തനം ക്രൈസ്തവ സഭ ചെയ്യുന്നില്ല എന്ന് ബോധ്യമുള്ള ആളാണ്. എന്നാൽ ഇത് നടത്തുന്നവരും ചിലരുണ്ട്. അത് ക്രൈസ്തവ സഭയെ അടച്ചു പറയരുത്. അപ്പോൾ ഇതിനെ വേർതിരിക്കാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ പറയില്ല, ഒരു വലിയ ആംഗിളിൽ രാജ്യത്തിന് ഈ കഴിഞ്ഞ 2000 വർഷത്തെ പാരമ്പര്യമുണ്ട് ക്രൈസ്തവ സഭയ്ക്ക് ഇന്ത്യയിൽ. ഈ 2000 വർഷത്തെ പാരമ്പര്യത്തിൽ ക്രൈസ്തവ സഭയുടെ ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള സേവനങ്ങളെ ഒരിക്കലും മാറ്റി നിർത്താനോ അതിനെ ഇല്ല എന്ന് പറയാനോ തയ്യാറല്ല എന്ന് നരേന്ദ്രമോദിജി നേരിട്ട് പറയുന്നത് കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ പറയുന്നു, ഒപ്പം നിർത്താനും ചേർത്ത് നിർത്താനും വേണ്ടി തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ആ നിർദ്ദേശത്തെ ഒരു മതപരിവർത്തനത്തിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അതില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇന്നലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസും CPM ഒന്നിക്കണം എന്നുള്ളതാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇത്ര കണ്ട് മാറ്റി നിർത്തുവാൻ എന്താണ് ഇവരുടെ അജണ്ട? ആ അജണ്ടയ്ക്ക് പുറകെ പോകുന്ന CPMനെയും കോൺഗ്രസിനെയും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തുറന്നു കാട്ടും. അത് കൃത്യമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടും. ഇവിടുത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ഇവിടുത്തെ OBC അവകാശങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. ഇവിടെ ഇടത് വലത് മുന്നണികൾ ഈ കാര്യങ്ങൾ എടുക്കുന്ന ഇരട്ടത്താപ്പിനെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഇവരെടുത്തിട്ടുള്ള നിലപാടുകളെ നമ്മൾ ചർച്ച ചെയ്യും. ഇതൊക്കെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പൊതുസമൂഹത്തിൽ BJP ചർച്ച ചെയ്യും. ക്രിസ്മസ് സമയത്ത് കരോളുകൾക്ക് നേരെ നടന്ന ആക്രമണം, അത് നമ്മുടെ നാട്ടിലെ പാലക്കാട് നിന്ന് മാത്രമാണ് ഒന്ന് കേട്ടത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊന്നും അങ്ങനെയല്ല. ഈ വിഷയമൊക്കെ CPM ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി കൊണ്ടുവരണം. അവർ കൊണ്ടുവരണം, തീർച്ചയായിട്ടും കൊണ്ടുവരണം. നമുക്ക് ചർച്ച ചെയ്യാം. പാലക്കാട് ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, മാന്യമായിട്ടുള്ള കരാർ ആയിരുന്നില്ല നടന്നത്. അപ്പോൾ മാന്യമല്ലാതെ കരോൾ നടന്ന് അടി കിട്ടുമോ? അടി കിട്ടുമായിരിക്കും. അപ്പോൾ ഉടനെ പിറ്റേ ദിവസം ക്യാപ്ഷനാണ്, മാന്യമായി കരോൾ നടത്തിയില്ലെങ്കിൽ അടി കിട്ടും ഷോൺ ജോർജ്. എത്ര മോശമാണ്! അതാരെ പ്രചരിപ്പിച്ചത്? ആ കാർഡൊന്നെടുത്ത് നോക്കണം. മീഡിയ 1 അടുത്ത കാർഡ് എടുത്ത് നോക്കിയോ?
മാന്യമായി കരോൾ നടത്തിയില്ലെങ്കിൽ അടി കിട്ടും BJP നേതാവ് ഷോൺ ജോർജ്. അടുത്ത ഏതാ ക്യാപ്ഷൻ? മാധ്യമം, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രവും ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലും. അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും CPM-മാരും ഷെയർ ചെയ്യാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഞാൻ ഇത്രേ പറഞ്ഞല്ലോ, അവിടെ മാന്യമല്ലാതൊരു കരോളാണ് നടന്നത്. സഭയുമായിട്ടോ പള്ളിയായിട്ടോ ബന്ധമുള്ള കരോളല്ല. അവിടെ പ്രാദേശികമായിട്ടുള്ള വിഷയമാണ്. BJPക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞിടത്തുനിന്നാണ് മാന്യമല്ലാതെ കരോൾ നടന്ന അടി കിട്ടും ഷോൺ ജോർജ് എന്നാക്കിയത്. ഇതാണ് ഈ കേരളത്തിൽ നടക്കുന്ന മാധ്യമ അജണ്ടകൾ. അപ്പോൾ നോർത്ത് ഇന്ത്യയിലുണ്ടായ 4 സംഭവങ്ങൾ, ആ 4 സംഭവങ്ങളും വളരെ കൃത്യമായ പരാതി ലഭിച്ചിട്ടുണ്ട്. പരാതി ലഭിച്ചിടത്തൊക്കെ ഏതെങ്കിലും ഒരിടത്ത്, ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരിടത്ത് സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു പ്രവർത്തകൻ അതിൽ പ്രതിയാണെന്ന് തെളിയിച്ചാൽ ഈ പണി ഞാൻ നിർത്തിയേക്കാം. ഒരു സംശയം വേണ്ട, ഒരു സംശയം. കാരണം ഞാൻ ഈ ലോകത്തുള്ള വട്ടന്മാർ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി 150 കോടി ജനത ഉണ്ടാക്കുന്നത് ഒരു ദിവസം ഈ രാജ്യത്ത് എത്ര വണ്ടിയിടി നടക്കുന്നുണ്ട്, ഈ രാജ്യത്ത് എത്ര ക്രിമിനൽ കേസുകൾ ഉണ്ടാകുന്നുണ്ട്, എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ സമാധാനം പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ? ശരി, രാഷ്ട്രീയ കേരളം എന്നും ഉറ്റുനോക്കിയൊരു മണ്ഡലമാണ് തൃശ്ശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ സുരേഷ് ഗോപി ജയിച്ചു, BJP കാൻഡിഡേറ്റ് ജയിച്ചു. അതും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള, ക്രിസ്ത്യൻ സ്വാധീനമുള്ള, സഭയ്ക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോഴും അത് പ്രതീക്ഷിക്കാമോ? അത് ഞങ്ങൾ എന്തു ചെയ്യുന്നത് ആശ്രയിച്ചിരിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പൊതു സ്വീകാര്യരായ നല്ല സ്ഥാനാർത്ഥികളെ BJPക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ, അത് ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ്. തെളിയിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്, ഞാൻ ഒന്നാന്തരം ക്രൈസ്തവനാണ്, ഞാൻ ഒന്നാന്തരം കത്തോലിക്കനാണ്, പാലാ രൂപതയിലെ അംഗമാണ്, പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന കുംസാരിച്ച് കുർബാന കൈക്കൊള്ളുന്ന ക്രിസ്ത്യാനിയാണ്. ഞാൻ പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് താമരയോട് ഇനി അയിത്തമില്ല. ആ അയിത്തം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവിടെ നല്ല സ്ഥാനാർത്ഥിയെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആൻറ്റി ഇൻക്യുബൻസി ഫാക്ടറോ മറ്റു കാര്യങ്ങളോ പരിഗണനയായിരിക്കും പിന്നെയുള്ള പരിഗണന ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥി ലോക്കലായിട്ടും ഈ ആൻറ്റി ഇൻക്യുബൻസി ഫാക്ടർ വരാം. കാരണം അവിടുത്തെ നിലവിലുള്ള MLA അയാൾ മോശമായിരിക്കാം, അതിനെതിരായിട്ട് വികാരം ഉണ്ടാകാം. നല്ല സ്ഥാനാർത്ഥിയെ എവിടെയൊക്കെ BJP അവതരിപ്പിക്കുന്നോ അവിടെയെല്ലാം BJPക്ക് അനുകൂലമായി ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. വളരെ നന്ദി ഷോൺ ജോർജ്. ഏതായാലും ഇനിയിപ്പോൾ അധിക നാളുകളില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ മനസ്സ് ആർക്കൊപ്പമാണ് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തു.